ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 34 ശ്ലോകം 6. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ചിത്രകൂടത്തിൽ പർണശാലയൊക്കെ കെട്ടി താമസിക്കുകയായിരുന്നു. ആ സമയത്ത് അയോധ്യയിൽ നിന്നും ഭരതനും ശത്രുഘ്നനും അമ്മമാരും അയോധ്യ നിവാസികളും എല്ലാവരും കൂടി അവരെ കാണാനായി അവിടെ എത്തി. അവരിൽ നിന്നും ദശരഥൻ മരിച്ചുപോയ വിവരം അറിഞ്ഞു ശ്രീരാമൻ വല്ലാതെ ദുഃഖിച്ചു. അതിനുശേഷം വേണ്ടതുപോലെ ഉദകക്രിയകളൊക്കെ ചെയ്തു. എന്നിട്ട് ജ്യേഷ്ഠനോട് തിരികെ വരണം എന്ന് വാശി പിടിക്കുന്ന, വല്ലാതെ സങ്കടപ്പെട്ട് കരയുന്ന ഭരതകുമാരനോട് തനിക്ക് വരാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മെതിയടികൾ പകരമായിട്ട് കൊടുക്കുകയാണ്. ഭരതകുമാരൻ അത് സ്വീകരിച്ചു. 14ാമത്തെ വർഷം തികയുന്ന ദിവസം വരെ ഞാൻ കാത്തിരിക്കും. ഈ മെതിയടി സിംഹാസനത്തിൽ വെച്ച് ജ്യേഷ്ഠന് വേണ്ടി ഞാൻ രാജ്യം ഭരിക്കുന്നതാണ്. ആ ദിവസം ആ സമയത്ത് വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്യും എന്ന് പറഞ്ഞിട്ട് പാതുകത്തോടൊപ്പം അയോധ്യ രാജ്യധാനിയെയും അയോധ്യ രാജ്യത്തെയും ജ്യേഷ്ഠനിൽ നിന്നും സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചുപോയി. പിന്നെ ചിത്രകൂടത്തിൽ താമസിച്ചാൽ ശരിയാവില്ല, ഇനിയും അയോധ്യ നിവാസികൾ വന്നേക്കാം, അത് ഇവരുടെ ലക്ഷ്യത്തിന് തടസ്സമുണ്ടാക്കും എന്നതുകൊണ്ട് അവിടെ നിന്ന് പോവാണ് ദണ്ഡകാരണ്യത്തിലേക്ക്. ആ വഴിക്ക് ഒരു അത്രി മഹർഷിയെ കാണുന്നു, വിരാധനെ വധിക്കുന്നു, ശരഭംഗ മഹർഷിക്ക് മോക്ഷം നൽകുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 6. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാദ് സ്വർഗയാദം സ്വതാദം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാഥ ഗത്വാ വനം അതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിം അകലയ ചാരുഭോ ശാരഭംഗീം. അർത്ഥം: പുത്ര ആർത്തിഖിന്നം, പുത്രന്മാരെ കാണാത്ത ദുഃഖം കൊണ്ട് ആർത്തി കൊണ്ട് ഖിന്നനായി വല്ലാതെ സങ്കടപ്പെട്ട് സ്വതാദം സ്വർഗയാതം, തൻ്റെ പിതാവായുള്ള ദശരഥൻ സ്വർഗം ഗമിച്ചു, മരിച്ചുപോയി എന്ന കാര്യം ഭരതമുഖാത് ശ്രുത്വ, ഭരതൻ്റെ വാക്കുകളിൽ നിന്നും അറിഞ്ഞിട്ട് തപ്ത, വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് തസ്മൈ അംബുദത്വ, ആ മരിച്ചുപോയ അച്ഛനായിട്ട് വേണ്ടതായ ഉദകക്രിയകളൊക്കെ ചെയ്തു. ഭരതേ പാതുകാം മേദിനീം ച, ഭരതകുമാരൻ്റെ വശം പാതുകങ്ങൾ നൽകി, മെതിയടികൾ നൽകി. മേദിനീം ച, അയോധ്യ രാജ്യത്തെയും നോക്കണം എന്ന കാര്യമൊക്കെ ഏൽപ്പിച്ചു. അഥ അത്രിം നത്വ, അതിനുശേഷം അത്രി മഹർഷിയെ നമസ്കരിച്ചു. അതിവിപുലം ദണ്ഡകാം വനം ഗത്വ, വലിയ കാട്, ഘോരമായ ആരണ്യമായ ദണ്ഡകവനത്തിലേക്ക് ഗത്വ പോയി. ചണ്ഡകായം വിരാധം ദൈത്യം ഹത്വ, ഭയങ്കര ശരീരിയായിട്ടുള്ള വിരാധൻ എന്ന ദൈത്യനെ, അസുരനെ ഹത്വ, കൊന്നിട്ട്. ഭോ, അല്ലയോ ഭഗവാനെ, ശാരഭംഗീം, ശരഭംഗ മഹർഷിയുടെ സുഗതിം, നല്ല വഴിക്കുള്ള യാത്ര, സ്വർഗപ്രാപ്തിയെ ചാരു അകലയ, വേണ്ടവണ്ണം നടത്തിക്കൊടുക്കുകയും ചെയ്തു. ശരഭംഗ മഹർഷിയുടെ ആഗ്രഹം, മോക്ഷപ്രാപ്തി, ഭഗവാനെ കണ്ടുകൊണ്ട് വേണം എന്നുള്ള ആ ആഗ്രഹം വേണ്ടതുപോലെ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്രയും കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പുത്രാർത്തിഖിന്നം സ്വതാദം സ്വർഗയാദം,
പുത്രദുഃഖത്താൽ വിഷമിച്ച് പണ്ട് കിട്ടിയ ശാപത്തിൻ്റെ ഫലമായിട്ട് പുത്രദുഃഖത്താൽ നീയും മരിക്കും എന്ന വൃദ്ധ ദമ്പതിമാർ ദശരഥനെ ശപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ശാപം അനുസരിച്ച് ദശരഥനിതാ മരിച്ചു കഴിഞ്ഞു എന്ന കാര്യം ഭരതനിൽ നിന്നും കേട്ടിട്ട് ദുഃഖം കൊണ്ട് ഹൃദയനായ ശ്രീരാമൻ, ഉള്ളു ചുട്ട് പുകഞ്ഞ ശ്രീരാമൻ തസ്മൈ ആ പരേതാത്മാവിനായിട്ട് അമ്പും ദത്വ ഉദകക്രിയകളൊക്കെ ചെയ്തിട്ട് ജലതർപ്പണം ഒക്കെ ചെയ്തിട്ട് ഭരതേ പാതുക മേദിനീം ച നിദധിത ഖലു, ഭരതന് തൻ്റെ മെതിയടികളെയും മേദിനിയെയും അയോധ്യ രാജ്യത്തെയും നിധാനം ചെയ്തു ഏൽപ്പിച്ചു. അതിനുശേഷം അത്രിം നത്വ, അത്രി മഹർഷിയെ നമസ്കരിച്ചു. അതിവിപുലാം ദണ്ഡകം വനം ഗത്വ, വലിയതായ ഭയങ്കരമായ ദണ്ഡകം എന്ന വനത്തിലേക്ക് പോയി. ചണ്ഡകായം വിരാധം ദൈത്യം ഹത്വ, ഭയാനകമായ കായം ശരീരത്തോടു കൂടിയ വിരാധൻ എന്ന രാക്ഷസനെ വധിച്ചു. ചാരഭംഗീം സുഗതിം ചാരു അകലയ, ശരഭംഗ മഹർഷിയുടെ സുഗതി ശോഭനമായ യാത്രയെ, മോക്ഷത്തെ വേണ്ടതുപോലെ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ശ്രീരാമൻ ചിത്രകൂടവനത്തിൽ താമസിക്കുന്ന സമയത്ത് ഭരതൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയൊക്കെ കാണാനായിട്ട് പരിവാരങ്ങളോടും അമ്മമാരോടും ഗുരുക്കന്മാരോടും മന്ത്രിമാരോടും ഒക്കെ കൂടി അവിടെ എത്തിച്ചേർന്നു. അഭിഷേക സാമഗ്രികളൊക്കെയും കൊണ്ടാണ് ഭരതകുമാരൻ വന്നിട്ടുള്ളത്. അയോധ്യയിലേക്ക് രാജാവായിട്ട് കൂട്ടിക്കൊണ്ടു പോകണം, വേണമെങ്കിൽ ഞാൻ താമസിച്ചോളാം വനത്തിൽ എന്നൊക്കെ പറഞ്ഞു. ഭരതൻ്റെ ആ വികാരനിർഭരമായിട്ടുള്ള രംഗങ്ങൾ വളരെ മനോഹരമാണ്. അങ്ങനെ പക്ഷേ സൂര്യവംശത്തിന് അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ വാക്കിന് അത് കളങ്കമാവും എന്ന് പറഞ്ഞ് ശ്രീരാമൻ തിരിച്ചു പോയില്ല. അങ്ങനെ ഉത്തമനായിട്ടുള്ള ഭരതകുമാരൻ രാജ്യം ഏറ്റെടുക്കണം എന്ന് നിർബന്ധിക്കുകയും ഭരതൻ അത് സമ്മതിക്കുകയും ചെയ്യാണ്. എല്ലാവരും ഗംഗയിൽ കുളിച്ച് ദശരഥന് ബലികർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വളരെ പ്രയാസപ്പെട്ട് മെതിയടികൾ ശിരസിൽ വെച്ച് താപസവേഷം ധരിച്ച് ഭരതൻ അയോധ്യാവാസികളോടൊപ്പം തിരിച്ചു പോവാണ്. ഇനിയും അവിടെ താമസിച്ചാലേ അയോധ്യയിലെ ആൾക്കാർ പിന്നെയും വരും, അത് വിഷമാവും എന്നൊക്കെ ചിന്തിച്ച് അവർ ദണ്ഡകാരണ്യത്തിലേക്ക് പോയി. വഴിക്ക് അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. അത്രി മഹർഷിയുടെ നിർദ്ദേശപ്രകാരം തന്നെ തപസ്വിനിയായിട്ടുള്ള, വൃദ്ധയായിട്ടുള്ള, യോഗിനിയായിട്ടുള്ള അനസൂയയെ കാണുക എന്ന് അത്രി പറഞ്ഞു. അങ്ങനെ സീതാദേവി അനസൂയാദേവിയുടെ അനുഗ്രഹങ്ങളും വസ്ത്രങ്ങളുമൊക്കെ വാങ്ങി അയോധ്യാകാന്ഡം ഇവിടെ അവസാനിക്കുകയും ചെയ്യാണ്. വീണ്ടും അവരിങ്ങനെ നടക്കുന്ന നേരത്താണ് ദണ്ഡകാരണ്യത്തിലെ ഘോരരൂപിയായിട്ടുള്ള വിരാധൻ വരികയാണ്. വിരാധൻ മുൻപ് വിദ്യാധരൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു. ശ്രീരാമദർശനം കൊണ്ട് അല്ലെങ്കിൽ ശ്രീരാമൻ്റെ കൈകൊണ്ടുള്ള വധത്താൽ ആ രാക്ഷസൻ വീണ്ടും വിദ്യാധരനായി മാറുകയും ചെയ്തു. പിന്നെ ശരഭംഗ മഹർഷിയുടെ പൂജ സ്വീകരിച്ചു. യോഗീന്ദ്രനായിട്ടുള്ള ആ മഹർഷി ശ്രീരാമനെ പണ്ട് ഭീഷ്മർ ജീവത്യാഗം ചെയ്തതുപോലെ തൻ്റെ ദേഹം യോഗാഗ്നിയിൽ നശിപ്പിക്കുകയാണ്. ആ സമയത്ത് ആകാശത്തു നിന്നും ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്തു. ഇത്രയാണ് ഈ ശ്ലോകത്തിലുള്ള കഥ. ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദദ്വാംബു തസ്മൈ നിദധിത ഭരതേ പാതുകാം മേദിനീം ച അത്രിം നത്വാധ ഗത്വാ വനം അതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിം അകല